നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതമായ ഗോവയിലെ വെർണ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ വിശാലമായ ഹൈവേയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു 100 കണക്കിന് വാഹനങ്ങൾ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം. അത്രയധികം സുപരിചിതമാണ് എല്ലാവർക്കും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും പുതിയ സ്കോഡ കൈലാക്കുമായിട്ടാണ്. സ്കോഡ കൈലാക്ക് നമ്മൾ അടുത്ത കാലത്ത് കണ്ടത് മുംബൈയിൽ വെച്ചാണ്. മുംബൈയിൽ വെച്ചൊരു വാക്ക് അറൗണ്ട് മാത്രമാണ് കിട്ടിയത്. ഇപ്പോഴാണ് ആദ്യമായിട്ട് ഈ വാഹനം ഓടിക്കാൻ കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇന്നലെ താമസിച്ച വെസ്റ്റിൻ എന്ന ഹോട്ടലിൽ നിന്നും ഏകദേശം 60 കിലോമീറ്ററോളം ഓടിച്ചാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു ഡ്രൈവിംഗ് ഇംപ്രഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ വാഹനത്തിൻ്റെ 3 സിലിണ്ടർ എഞ്ചിന് ഒരല്പം ഓഡിബിളാണ്. അതായത് ഇത്തിരി സൗണ്ട് ഉണ്ട്, കൂടാതെ ഇത്തിരി വൈബ്രേഷൻ ഉണ്ട്. പക്ഷേ വളരെ ഗംഭീരമായ പെർഫോമൻസ് തന്നൊരു എഞ്ചിനാണിത്. ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള മോഡലാണ്. ഗംഭീരമായ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമാണ്. അതാണ് പെട്ടെന്ന് പറയാവുന്ന കാര്യം. മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് ഓടിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാം. എന്തായാലും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കോഡ എന്ന് മുഖത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു മോഡലാണെന്നാണ് പറയേണ്ടത്. കാരണം സ്കോഡയുടെ എല്ലാ വാഹനങ്ങളുടെയും പോലെ തന്നെയുള്ള മനോഹരമായ ഗ്രില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രില്ലാണ് സ്കോഡയുടെ വാഹനങ്ങളിൽ ഒരു മാറ്റവും സംഭവിക്കാത്ത രീതിയിൽ നിലനിൽക്കുന്നുള്ള മറ്റൊരു കാര്യം. എങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡൽഹി ഓട്ടോ എക്സ്പോയിൽ പോയപ്പോൾ അവിടെ കണ്ട സ്കോഡയുടെ ചില പ്രോട്ടോടൈപ്പ് മോഡലുകളിൽ ഗ്രില്ലിന് മാറ്റം സംഭവിച്ചിരിക്കുന്നതും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ മാറ്റമൊന്നുമില്ല, അങ്ങനെ നിൽക്കുന്നു. എന്താണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് ഇന്ത്യയിൽ ഫോക്സ്വാഗൺ ഗ്രൂപ്പിൽ നിന്നും ജനിച്ചിരിക്കുന്ന ആദ്യത്തെ സബ് 4 മീറ്റർ SUV ആണെന്നുള്ള കാര്യമാണ്. ഇന്ത്യയിൽ SUV വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ വാഹന നിർമ്മാതാക്കളും 4 മീറ്ററിൽ താഴെയുള്ള വാഹനങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോക്സ്വാഗൺ ഗ്രൂപ്പിന് അങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് കൈലാക്ക് എന്ന ഈ ഒരു വാഹനം വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ വോളിയത്തിൽ വിൽക്കാൻ സാധ്യതയുള്ള ഒരു വാഹനമാണ് ഇത് എന്ന് കമ്പനിക്കറിയാം. അതുകൊണ്ടാണ് വില വളരെ കുറച്ചിട്ടിരിക്കുന്നത്. 7.5 ലക്ഷം രൂപയിൽ ഈ വാഹനത്തിൻ്റെ വില ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രാധാന്യമുള്ള മോഡലായിട്ടാണ് സ്കോഡ ഇതിനെ കാണുന്നതെന്ന് മനസ്സിലാക്കുക. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, യൂറോപ്യൻ വാഹന നിർമ്മാതാക്കൾ വില എത്ര കുറച്ചിട്ടാലും നിർമ്മാണ നിലവാരത്തിൽ യാതൊരു കോംപ്രമൈസും വരുത്താറില്ല എന്നാണ് പറയേണ്ടത്. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഓടിച്ചു വന്നപ്പോഴും തോന്നി അതുതന്നെയാണ്. ഗംഭീരമായ ഹൈവേകളാണിപ്പോൾ ഗോവയിലുള്ളത്. അതുവഴിയെല്ലാം ചാടി പറന്ന് ഓടി വന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്രിയപ്പെട്ട കൈലാക്ക് എന്ന മോഡൽ. അപ്പോൾ കൈലാക്കിൻ്റെ ഒരു മലയാളി ബന്ധം നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു. അതായത് ഈ വാഹനത്തിന് പേരിട്ടത് മലയാളിയാണ്. കാസർഗോഡുള്ള സിയാദ് എന്ന മദ്രസ അധ്യാപകനാണ്. 2 ലക്ഷത്തോളം പേർ അയച്ചു കൊടുത്ത പേരുകളിൽ നിന്നാണ് സിയാദിൻ്റെ കൈലാക്ക് എന്ന പേര് കമ്പനി തിരഞ്ഞെടുത്തത്. കെയിൽ ആരംഭിക്കുകയും ക്യൂവിൽ അവസാനിക്കുകയും ചെയ്യുന്ന പേര് വേണമെന്ന് മാത്രമായിരുന്നു കമ്പനി പറഞ്ഞത്. എന്തായാലും ആ ഒരു പേര് കണ്ടെത്താനുള്ള ഭാഗ്യം സിദ്ധിച്ചത് അദ്ദേഹത്തിനാണ്, സിയാദിനാണ്. അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ ആദ്യത്തെ കൈലാക്ക് സമ്മാനമായിട്ട് അടുത്ത ദിവസം കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു മലയാളി ചിരിയോടുകൂടി നിൽക്കുന്ന കൈലാക്കിൻ്റെ മറ്റ് വിശേഷങ്ങളിലേക്ക് കടക്കാം. കൈലാക്ക് ഒരു സബ് 4 മീറ്റർ വാഹനമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ 3995 മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ നീളം. 2566 മില്ലിമീറ്ററാണ് വീൽ ബേസ്. എന്ന് പറയുമ്പോൾ ഈ വാഹനത്തിൻ്റെ നേരെ ചേട്ടൻ, കാഴ്ചയിലായാലും കാര്യത്തിലായാലും നേരെ ചേട്ടൻ എന്ന് വിളിക്കാവുന്ന കുഷാക്കുമായിട്ട് ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് നീളത്തിൻ്റെ കാര്യത്തിൽ ഏകദേശം 100-110 മില്ലിമീറ്ററും വീൽ ബേസിൻ്റെ കാര്യത്തിൽ 81 മില്ലിമീറ്ററുമാണ്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന് കുറവാണെന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. എന്തായാലും ആ ഒരു കോമ്പാക്ട് സൈസിനുള്ളിൽ നിന്നുകൊണ്ട് ഇഷ്ടംപോലെ സ്പേസൊക്കെ ഉൾഭാഗത്ത് തന്നിട്ടുണ്ട്. നമുക്ക് ഉൾഭാഗം കാണുമ്പോൾ മനസ്സിലാകും. അതുപോലെ തന്നെ ഇന്ത്യൻ റോഡുകൾക്ക് ചേരുന്ന രീതിയിലാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഇന്ത്യയിലാണ് പൂർണ്ണമായിട്ടും നിർമ്മിച്ചിരിക്കുന്നത്, ഡിസൈൻ ചെയ്തതും നിർമ്മിച്ചെടുത്തതും എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് 189 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്ന ഇന്ത്യക്ക് ഏറ്റവും പറ്റിയൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും വളരെ ഭംഗിയുള്ളൊരു മോഡലാണ്. ആരും നോക്കി നിന്ന് പോകുന്ന രൂപം. കൃത്യമായും ഒരു യൂറോപ്യൻ വാഹനത്തിൻ്റെ എല്ലാ സ്റ്റൈലിംഗ് രീതികളും ഇതിൽ പിന്തുടർന്നിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ ഗ്രില്ലിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഗ്രില്ലിൻ്റെ വീതി അല്പം കുറച്ച് നീളം കൂട്ടിയിരിക്കുകയാണെന്ന് തോന്നുന്നു ഏറ്റവും പുതിയ വാഹനം വന്നപ്പോൾ. ഇവിടെ സ്കോഡയുടെ ലോഗോ കാണാം. ബ്ലാക്ക് ഫിനിഷുള്ള ഈ ഒരു ഗ്രില്ല് എന്ന് പറയുന്നത് ഈ നിറത്തോട് നന്നായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മീഡിയ ഡ്രൈവിന് തന്നിരിക്കുന്ന വാഹനങ്ങളിൽ ഈ ഒരു ഗ്രീൻ വാഹനങ്ങളെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കും, റെഡ് വാഹനങ്ങൾ മാനുവലുമായിട്ടാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം റെഡ് വാഹനവും ഓടിക്കാൻ തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വീണ്ടും ബോഡി പാനൽ തന്നെ കാണുന്നു. ഇവിടെ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം, വലിയ ഒരു എയർ ഡാം ഇവിടെ കാണുന്നു. താഴെയായിട്ട് 3D രീതിയിൽ എന്നാണ് കമ്പനി പറയുന്നത്. ആ രീതിയിലുള്ള സ്കിഡ് പ്ലേറ്റാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ സ്കിഡ് പ്ലേറ്റിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ കട്ടുകളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അതാണ് വാഹനത്തിന് നല്ല പവർഫുള്ളായിട്ടുള്ള, വളരെ ഷാർപ്പായിട്ടുള്ള ഒരു രൂപം സമ്മാനിക്കുന്നത്. ഹെഡ്ലൈറ്റ് താഴെയായിട്ടാണ്, LED ഹെഡ്ലൈറ്റ് താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു. മേൽഭാഗത്ത് നമ്മൾ കാണുന്നത്
ഡേറ്റ റണ്ണിംഗ് ലാമ്പാണ്. അതിപ്പോൾ ഇൻഡിക്കേറ്ററായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ സൈഡിലെ കട്ടുകളും ഒക്കെ തന്നെ കൃത്യമായിട്ട് യൂറോപ്യൻ രീതി തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെയാണ് ബോണറ്റിലും കൊടുത്തിരിക്കുന്നത് വളരെ ഷാർപ്പായിട്ടുള്ള കട്ടുകളും മറ്റുമാണ്. ഇവിടെ എഡ്ജുകളൊക്കെ കാര്യമായ രീതിയിൽ കൊടുത്തിരിക്കുന്നു. അതെല്ലാം ഈ ഒരു ചെറിയ വാഹനത്തിന് വളരെ ഷാർപ്പായിട്ടുള്ള എഡ്ജുകളും വളരെ ഗൗരവമുള്ള രൂപവും സമ്മാനിക്കുന്നുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ 17 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. 17 ഇഞ്ച് ടയേഴ്സ് എന്ന് പറയുന്നത് ഈ സെഗ്മെൻറ്റിൽ പിന്നെ ആകെയുള്ളത് മഹീന്ദ്രയുടെ 3XOയ്ക്ക് മാത്രമാണ്. അതുപോലെ തന്നെ നല്ല അലോയ്, അതായത് കാണാൻ ഭംഗിയുള്ള അലോയ്, സ്റ്റീൽ ഫിനിഷും അതുപോലെ ബ്ലാക്ക് ഫിനിഷുമുള്ള അലോയ് കൊടുത്തിരിക്കുന്നു. നല്ല വീൽ ട്രാവലുണ്ട്, അത്യാവശ്യം ഓഫ് റോഡൊക്കെ കയറ്റിക്കൊണ്ട് പോകാം എന്നൊക്കെ ഇന്ന് മനസ്സിലാക്കാം. ക്ലാഡിങ് അങ്ങനെ മുൻഭാഗത്ത് നിന്ന് പിന്നറ്റം വരെ നീളുന്നുണ്ട്. സൈഡ് വ്യൂ മിറേഴ്സിനൊക്കെ ബോഡി കളർ തന്നെ കൊടുത്തിരിക്കുന്നു. അതുപോലെ അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ഈ ഒരു വലിപ്പം കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ചില എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നു. അത് ഭംഗിയായിട്ടുണ്ട്. അത് ക്ലാഡിങ്ങിൻ്റെ തുടർച്ച പോലെ തോന്നിക്കുന്നുമുണ്ട്. അതുപോലെ ഡോർ ഹാൻഡിലിന് ഈ ഒരു ഫിനിഷ് ആണെങ്കിൽ പോലും അതിൽ സ്റ്റീൽ ഫിനിഷും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. മേൽഭാഗത്ത് ഒരു റൂഫ് റെയിൽ, അത് ഉപയോഗമുള്ള കാര്യമൊന്നുമല്ല, വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ പിന്നിലും വലിയ ഗ്ലാസ് ഏരിയയുണ്ട്. ക്വാർട്ടർ ഗ്ലാസും ഇവിടെ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വേണമെങ്കിൽ ഈ ക്വാർട്ടർ ഗ്ലാസ് നീട്ടാമെന്ന് തോന്നുന്ന അത്രയും വലിയൊരു ബോഡി പാനലാണ് നമ്മളിവിടെ കാണുന്നത്. എന്തായാലും ഈ സൈഡിലൊക്കെ കാര്യമായ രീതിയിൽ ബോഡി ലൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഷാർപ്പാക്കിയിട്ടുണ്ടെങ്കിൽ പോലും താഴേക്ക് നോക്കുമ്പോൾ താഴെ ഭാഗത്തേക്ക് മറ്റ് ലൈനുകളൊന്നും കൊടുത്തിട്ടില്ല. കുറച്ച് ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് ബോഡി പാനലിലൊക്കെ കട്ടുകൾ ഒന്ന് കുറച്ചിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ പിന്നിലേക്ക് വരുമ്പോൾ സാമാന്യം വലിയ എന്ന് വിളിക്കാവുന്ന ഒരു ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. LED ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഈ എലമെൻറ്റ്സോട് കൂടിയ ബ്ലാക്ക് സ്ട്രിപ്പ് നല്ല ഭംഗിയായിട്ടുണ്ട്. അതിലാണ് സ്കോഡയുടെ ഏറ്റവും പുതിയ ഷ്കോഡ എന്നാട്ടെ ഇവർ പറയുന്നത്, ഷ്കോഡയുടെ ഏറ്റവും പുതിയ ലോഗോ നീട്ടി പിടിച്ച് കൊടുത്തിരിക്കുന്നത് കാണാം. ഷാർഫിൻ ആൻറ്റിനയുണ്ട്, അതുപോലെ ഇൻ്റഗ്രേറ്റഡ് സ്പോയിലറുണ്ട്, സ്റ്റോപ്പ് ലാമ്പുണ്ട്, ഡീഫോഗറുണ്ട്, പിന്നെ മെലിഞ്ഞ് നീണ്ട ഒരു വൈപ്പറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴേക്ക് വരുമ്പോഴാണെങ്കിലും ഇവിടെ ഒരു 3D ടൈപ്പ് 3D ഡിസൈൻ എന്നാണ് കമ്പനി വിളിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്കിഡ് പ്ലേറ്റും നല്ല ബ്ലാക്ക് ഫിനിഷുള്ള ബമ്പറുമാണ് കൊടുത്തിരിക്കുന്നത്. കൈലാക്കെന്നുള്ള ബാഡ്ജിങ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേരിയൻ്റ് ഏതാണെന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ പൊതുവേ ഇപ്പം ഒരു കമ്പനിയും കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇതിലും കൊടുത്തിട്ടില്ല. ഇനി ബൂട്ട് സ്പേസിലേക്ക് പോവുകയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ച ബൂട്ട് സ്പേസ് എന്ന് തന്നെയാണ് പറയേണ്ടത്. അതിൽ നിറച്ചും നമ്മുടെ സാധനങ്ങളാണ്. ഇത് കാണുമ്പോൾ അറിയാമല്ലോ എത്രത്തോളം സാധനങ്ങൾ കയറുമെന്നുള്ളത്. നമ്മുടെ 2 വലിയ പെട്ടികൾ, ബാഗുകൾ, ലാപ്ടോപ്പ് ബാഗ്, അങ്ങനെയുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട്. 446 ലിറ്ററാണ് ബൂട്ട് സ്പേസ്. മോശമല്ലാത്ത ബൂട്ട് സ്പേസ് കൊടുത്തിരിക്കുന്നു. എന്നാൽ ഈ 2 സീറ്റുകൾ 60-40 ആയിട്ട് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ 1265 ലിറ്ററായിട്ട് ബൂട്ട് സ്പേസ് മാറുന്നുണ്ട്. അത്രയധികം വിശാലമായ ബൂട്ട് സ്പേസ് കിട്ടും. താഴെയായിട്ട് സ്പെയർ വീല് കൊടുത്തിട്ടുണ്ട്. അത് 17 ഇഞ്ചല്ല 15 ഇഞ്ചാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയുമാണ് നമുക്ക് മൊത്തത്തിൽ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിനെ പറ്റിയും ബൂട്ട് സ്പേസിനെ പറ്റിയും പറയാവുന്നത്. സ്കോഡയുടെ വാഹനങ്ങൾ അല്ലെങ്കിൽ യൂറോപ്യൻ വാഹനങ്ങളുടെ ഒരു ഡിസൈൻ രീതി ഇഷ്ടമുള്ളവരെ തീർച്ചയായിട്ടും പിടിച്ചു നിർത്തുന്നൊരു വാഹനമാണ് എന്നുള്ളതിൽ സംശയമില്ല. അത്രയധികം ഷാർപ്പായിട്ടുള്ള ലൈനുകളും പക്ക യൂറോപ്യൻ സ്റ്റൈലിങ്ങുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കാഴ്ചയുടെ കാര്യത്തിൽ മോശമല്ല. സ്കോഡ എന്ന വാഹന നിർമ്മാതാവിൻ്റെ എല്ലാ നിർമ്മാണ നിലവാരവും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ കൂടിയാണ് വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇൻറ്റീരിയറിൻ്റെ കാര്യങ്ങളാണ് നോക്കേണ്ടത്. നിങ്ങൾ കഴിഞ്ഞ വോക്ക് അറൗണ്ടിൽ കണ്ടു കാണും. എങ്കിലും മാമൂലുകളൊന്നും തെറ്റിക്കുന്നില്ല. ഉള്ളിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ എക്സ്റ്റീരിയർ പറഞ്ഞ പോലെ തന്നെ ഉൾഭാഗവും പക്ക യൂറോപ്യനാണ്. യൂറോപ്പിൻ്റെ വാഹനങ്ങളുടെ എല്ലാ രസകരമായ ഫീലും അതുപോലെ തന്നെ ആ ഒരു ഗൗരവമൊക്കെ ഉൾഭാഗത്തിനുണ്ട്. ഈ കുട്ടിക്കളിയൊന്നുമില്ല കേട്ടോ. വളരെ സീരിയസ് ആയിട്ടുള്ള അപ്രോച്ചാണ് എല്ലാ കാര്യങ്ങളിലും കൊടുത്തിരിക്കുന്നത്. എങ്കിൽ പോലും
നമുക്കിപ്പോൾ കൊറിയൻ വാഹനങ്ങൾ കണ്ട് ഫീച്ചേഴ്സ് കുറവാണല്ലോ എന്നൊരു തോന്നൽ ഒറ്റ നോട്ടത്തിലുണ്ടാകും. ആദ്യം തന്നെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും സിംഗിൾ പെയിൻ ഈ ഒരു സൺറൂഫ് കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ആ തോന്നൽ വരും. കൊറിയൻ വാഹന നിർമ്മാതാക്കൾ ആദ്യം വാഹനത്തിൻ്റെ മുകളിൽ വലിയൊരു സൺറൂഫ് എടുത്തു വെച്ചിട്ടാണ് ബാക്കി എൻജിൻ പോലും ഫിറ്റ് ചെയ്യുന്നത്. അത് വിട്ടൊരു കളിയില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കയറുമ്പോൾ നമുക്ക് അയ്യോ അല്പം ചെറിയ സൺറൂഫ് ആണല്ലോ എന്ന് തോന്നിപ്പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. എന്തായാലും ഡാഷ്ബോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ എലഗൻ്റാണ്. അതുപോലെ തന്നെ വളരെ കൂൾ കളേഴ്സൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലാക്ക്, അതുപോലെ ഇവിടെ ഒരു വൈറ്റ്, ഇവിടെ ഒരു ഗ്രീന്, ബ്ലാക്ക്, അതുപോലെ തന്നെ വളരെ എന്താ പറയുക ഒരു ഗ്രേയിഷ് എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള ഒരു വൈറ്റ്, ഇത്രയുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ കാണുന്ന ടെക്സ്റ്റൈഡായുള്ള ഈ ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ബാംബു ഫൈബർ കൊണ്ടാണ് എന്നാണ് കമ്പനി പറയുന്നത്. അപ്പം ഈ യൂറോപ്യൻ കമ്പനികളുടെ മറ്റൊരു പ്രത്യേകത ഇപ്പോൾ ഇതാണ്. ഇത്തരത്തിലുള്ള ഈ എന്താ പറയുക റീയൂസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പലപ്പോഴും സീറ്റിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് വോൾവോ പോലുള്ള കമ്പനികളൊക്കെ അത്തരത്തിലുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇതിൽ കണ്ടത്. എന്തായാലും നമ്മൾ കുഷാക്കിൻ്റെ ഉള്ളിൽ കണ്ട പല കാര്യങ്ങളും നമുക്ക് ഇതിലും കാണാം. പ്രധാനമായിട്ടും സ്റ്റിയറിംഗ് വീലുണ്ട്, അതുപോലെ തന്നെ ഈ വെർട്ടിക്കലായിട്ട് കൊടുത്തിരിക്കുന്ന AC വെൻറ്റുകൾ, അത്തരം പല കാര്യങ്ങളും കുഷാക്കിൽ കണ്ടത് തന്നെയാണ്. അതൊക്കെ ഇതിലേക്ക് ആവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 10 ഇഞ്ചിൻ്റെ വലിയ സ്ക്രീനാണ് കാണുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് മനസ്സിലായത് ഇവിടെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ്, ഒട്ടും തന്നെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നില്ല. നമ്മൾ BYD പോലെയൊക്കെയുള്ള വാഹനങ്ങൾ ഉൾഭാഗത്തേക്ക് കയറുമ്പോഴാണ് ഇങ്ങനെ വലിയൊരു TV ഇരിക്കുന്ന പോലെ തോന്നുന്നെങ്കിൽ ഇത് വളരെ ഒതുങ്ങി ഒട്ടും തന്നെ നമ്മുടെ കാഴ്ച തടസ്സപ്പെടുത്താത്ത രീതിയിലാണ് നിൽക്കുന്നത്. താഴ്ന്നു നിൽക്കുന്ന ആ ഒരു പ്രൊഫൈലിൽ തന്നെ. അതുപോലെ താഴെയായിട്ട് അത് നമ്മൾ കുഷാക്കിലൊക്കെ കണ്ടിരിക്കുന്നതുള്ള AC വെൻ്റാണ് കാണുന്നത്. ഈ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഈ ഒരു പാനലും ഇതും നമ്മൾ കുഷാക്കിൽ കണ്ടത് തന്നെയാണ്. അപ്പം അതൊക്കെ വളരെ വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്. ഒരു സിംഗിൾ ടച്ചിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്. ഇവിടെ മുൻഭാഗത്തെ സീറ്റുകളുടെ വെന്റിലേറ്റഡ് സീറ്റുകളുടെ സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വാഹനം ഐഡിലെങ്കിൽ ഓഫ് ആകാതിരിക്കാൻ വേണ്ടിയുള്ള സ്വിച്ച് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം, അതാണ് കാണുന്നത്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡോർ ലോക്കിൻ്റെതാണ്. ഇവിടെ വരുമ്പോഴത്തേക്കും 2 C ടൈപ്പ് ചാർജേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വയർലെസ് ചാർജിങ് പാഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജർ കൊടുത്തിട്ടുണ്ട്. ഇത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൻ്റെ ഗിയർ ലിവറാണ് കാണുന്നത്. അതിലൊന്നും വലിയ പ്രത്യേകതയൊന്നുമില്ല, ഒരു സാധാ മട്ടൊക്കെ തന്നെയാണ്. ഇത് നമ്മൾ എനിക്ക് തോന്നുന്നു DSD ഗിയർ ബോക്സിലൊക്കെ കണ്ടിരിക്കുന്ന ഏതാണ്ട് അതേപോലത്തെ ഒരു ഗിയർ ലിവറാണെന്നുള്ള കാര്യമാണ്. ഇനി നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ മോശമല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്നുള്ളൂ. അത് ഞാനീ പറഞ്ഞത് നമ്മൾ എപ്പോഴും കാണുന്നത് ഈ കൊറിയൻ വാഹന നിർമ്മാതാക്കളുടെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഇങ്ങനെ നീക്കിപ്പോയാൽ 5 മിനിറ്റ് നീക്കാൻ തന്നെ സമയം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ഫീച്ചേഴ്സ്. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും കാര്യമായിട്ടില്ല. ഫോണ്, നാവിഗേഷൻ, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ഡാറ്റ, അത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും കാണുന്നത്. 360 ഡിഗ്രി ക്യാമറ പോലുള്ള കാര്യങ്ങളൊന്നുമില്ല. എങ്കിലും സ്കോഡയുടെ പ്ലേ ആപ്സുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്ന അവസ്ഥയിലുണ്ട്. പിന്നെ 360 ഡിഗ്രി ക്യാമറയൊന്നും കൊടുത്തിട്ടില്ല, ആകെയുള്ള റിവേഴ്സ് ക്യാമറയാണ്. റിവേഴ്സ് ക്യാമറയുടെ വിഷ്വലാണ് ഈ കാണുന്നത്. അതൊരു വളരെ ചെറിയൊരു വിഷ്വൽ. ഞാനീ പറഞ്ഞ പോലെ ഇതെല്ലാം ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങളിൽ വലുത് കണ്ട് ശീലിച്ചുകൊണ്ടായിരിക്കും വളരെ ചെറിയൊരു റിവേഴ്സ് ക്യാമറ മാത്രമാണ് ഇതിൽ കാണുന്നത്. ഒരു 360 ഡിഗ്രി ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. പിന്നെ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും വയർലെസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതാണ് പ്രധാനമായിട്ടും പറയുന്ന മറ്റൊരു കാര്യം. പിന്നെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ വേണമെങ്കിൽ മൊബൈൽ ഫോൺ വയ്ക്കാവുന്നൊരു സ്ഥലം, അതുപോലെ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ്, കീ ആണിത്. വലിയ പ്രത്യേകതയൊന്നുമില്ല, നമ്മൾ ഇത്രയും കാലം കണ്ടുവന്ന ഫോക്സ് വാഗണിൻ്റെ എല്ലാ വാഹനങ്ങളുടെയും കീ പോലെ തന്നെ ഇവിടെ തരക്കേടില്ലാത്ത ഒരു സ്റ്റോറേജ് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. സീറ്റുകളുടെ കുഷനിങ് എടുത്ത് പറയേണ്ട കാര്യമാണ് കേട്ടോ, നല്ല സുഖമുള്ള സീറ്റുകളാണ്. സൈഡിലൊക്കെയാണ് ബോൾസേഴ്സും അതുപോലെ തന്നെ നമ്മൾ ഹഗ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. വെന്റിലേറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ഇവിടുന്ന് കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വൈറ്റ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ട് അതും ഭംഗിയാക്കിയിട്ടുണ്ട്. ഡോർ പാഡിലേക്ക് പോകുമ്പോൾ എനിക്ക് ഡോർ പാഡിൻ്റെ ആ ഒരു ഡിസൈൻ രീതി വളരെ ഇഷ്ടപ്പെട്ടു. അതിൽ ആ ഒരു ഗ്രീൻ ആ ഒരു കളറൊക്കെ രസമുണ്ട്. എന്തായാലും 2 വലിയ ബോട്ടിൽ വയ്ക്കാവുന്ന അത്രയും വിശാലമായ ഒരു പോക്കറ്റ് നമുക്ക് അതിൽ കാണാം. അതുപോലെ തന്നെ ഭംഗിയുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വലിയ സ്പീക്കറൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വരാം. സ്റ്റിയറിംഗ് വീല് ഞാൻ പറഞ്ഞല്ലോ, കുഷാക്കിൽ കണ്ട അതേ സ്റ്റിയറിംഗ് വീല് തന്നെയാണ്. ഈ ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ ഉപയോഗിക്കാൻ നല്ല സുഖമാണ്. കൈ ഇവിടെ ഇങ്ങനെ നമുക്ക് ഓടിച്ച് കളിക്കാവുന്ന രീതിയിലുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. എന്തായാലും പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ള മോഡൽ, അത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഫോണിൻ്റെ വയർലെസ് ഫോണിൻ്റെ സ്വിച്ചുകളും, ഈ സൈഡിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ വോളിയം കൺട്രോളുള്ള സ്വിച്ചുകളും, ഈ സൈഡിലേക്ക് വരുമ്പോൾ ക്രൂയിസ് കൺട്രോളുള്ള സ്വിച്ചുകളും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 8 ഇഞ്ചിൻ്റെ വലിയ ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ക്ലാരിറ്റിയുള്ള വലിയ സ്ക്രീനാണ്. അതിൽ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഫോക്സ് വാഗൺ ഗ്രൂപ്പിൻ്റെ വാഹനങ്ങൾ കാണുന്ന പോലെയുള്ള ലൈറ്റിൻ്റെ സ്വിച്ചും മറ്റുമാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. അതെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. എന്തായാലും വിസിബിലിറ്റി നല്ല രീതിയിലുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്ന ആ ഒരു പൊസിഷനിൽ നിങ്ങളെ കാണിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, വളരെ താഴ്ന്ന ഒരു ഡാഷ്ബോർഡ് ഏരിയയൊക്കെ അതുകൊണ്ട് നല്ല വിസിബിലിറ്റി ഉണ്ട്. സുഖമായ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ തീർച്ചയായിട്ടും ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. കൂടാതെ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു നല്ല പൊസിഷൻ കണ്ടെത്തുകയും ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് മുൻഭാഗത്ത് ഇരുന്നുകൊണ്ട് പറയാവുന്ന കാര്യങ്ങൾ. സ്പേസിൻ്റെ കാര്യവും മോശമല്ല.
നല്ല സ്പേസ് ഉണ്ട്. 4 മീറ്ററിൽ താഴെയുള്ള ഒരു വാഹനമാണെങ്കിലും സ്പേസിൻ്റെ ആ ഒരു യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും സീറ്റിന് രണ്ടിനും ഫ്രണ്ടിലെ 2 സീറ്റുകൾക്കും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ മികച്ചൊരു സീറ്റിംഗ് പൊസിഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നല്ല രീതിയിൽ മുന്നോട്ട് നമുക്ക് സീറ്റ് ചലിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. കണ്ടോ, ഇത്രയും മുന്നിലേക്ക് വരുന്നുണ്ട്. കാല് തട്ടി 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 ഇനി നല്ലൊരു സ്ലാൻഡിങ് പൊസിഷനും. അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഡ്രൈവിംഗ് പൊസിഷൻ്റെ ഈ ഒരു അല്ലെങ്കിൽ തന്നെ മികച്ച പൊസിഷനാണ്. അതിനെ കുറച്ചുകൂടി ഒന്ന് ബാക്കപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഓട്ടോ ഡിമ്മിങ് റിയർ വ്യൂ മിററാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിൻഭാഗത്ത് നിന്ന് രാത്രി ലൈറ്റ് അടിച്ച ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ ഒരു സാധനം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സ്കോഡ ഒക്ടേവിയയിലാണ്, ആദ്യകാലത്തെ ഒക്ടേവിയ. അപ്പം ഞാൻ വിചാരിച്ചത് എന്തിനുള്ള സാധനമായിരിക്കും. കാരണം അന്നൊന്നും നമ്മുടെ നാട്ടിൽ ഈ ടോൾ പിരിവ് അത്ര വ്യാപകമല്ല. പക്ഷേ യൂറോപ്പിലൊക്കെ ടോൾ പിരിവ് ഉണ്ടായിരുന്നതുകൊണ്ട് അവർ അന്നേ ഇത് ഉപയോഗിക്കുന്നതാണ്. ടോൾ റെസീറ്റ് വയ്ക്കുന്നൊരു സ്ഥലമാണിത്. ഒരു ടോൾ കടന്ന് അടുത്ത ടോളിലേക്ക് എത്തുമ്പോൾ ആ ഒരു ടോൾ റെസീറ്റ് ഇങ്ങനെ നീട്ടി കാണിക്കുന്നവർ ഇവിടെ ഇങ്ങനെ അങ്ങ് വയ്ക്കും. അപ്പോൾ പിന്നെ ആ അടുത്ത ടോളുകാരൻ അത് കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടു. ഇപ്പോൾ നമ്മൾ ഒരു തവണ ടോൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കേണ്ട കാര്യമൊക്കെ ആപ്പാട് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളത് കോയമ്പത്തൂർ മറ്റേ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിലും അതുപോലും ആ കാലത്ത് വളരെ ചിന്തിച്ച് ചെയ്ത കാര്യമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പില്ലർ ആണെങ്കിലും വലിയ വീതിയൊന്നും ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ ബ്ലൈൻഡ് സ്പോട്ടൊന്നും അങ്ങനെ കാര്യമായ രീതിയിൽ വരാനുള്ള സാധ്യതയില്ല. അങ്ങനെ മൊത്തത്തിൽ ഡ്രൈവിംഗ് പൊസിഷൻ ആയാലും ഈ ഒരു സീറ്റിങ്ങിൻ്റെ പൊസിഷൻ ആയാലും എല്ലാം തന്നെ ഗംഭീരമാണെന്നാണ് പറയേണ്ടത്. ഇനി നമുക്ക് പിൻഭാഗത്തിരിക്കാം. പിൻഭാഗത്തെ ഡോറ് വലിയ തരക്കേടില്ലാത്ത രീതിയിൽ വിശാലമായിട്ട് തുറക്കാം. അങ്ങനെ നമുക്ക് പിൻഭാഗത്തേക്ക് കടന്നിരിക്കാം. പിൻഭാഗത്തിരിക്കുമ്പോൾ ഈ സീറ്റ് ഞാൻ വളരെ മുന്നിലേക്കാണ് നീക്കിയിട്ടിരിക്കുന്നത്. ഇത് ഏറ്റവും പിന്നിലേക്കും ഇങ്ങനെ നീക്കിയിടുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ലെഗ് സ്പേസ് കിട്ടുന്നുണ്ടെന്ന് മാത്രമല്ല ഇതിൻ്റെ താഴെ ഒരല്പം ഹൈറ്റുള്ളൊരു ഭാഗം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കാല് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അല്പം ഹൈറ്റുള്ള ഭാഗം പോലെ അത് വേണമെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും. അത് കൊള്ളാം, സുഖമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇത് ഏറ്റവും ബാക്കിലേക്ക് നീക്കിയിടുമ്പോൾ ഇത്രയും മാത്രമാണ് ലെഗ് സ്പേസ് കിട്ടുക. എങ്കിലും തരക്കേടില്ലെന്ന് പറയാം. തന്നെയുമല്ല ഇവിടെ ഫ്ലാറ്റായിട്ടുള്ള ഒരു ഫ്ലോറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 3 പേർക്കിരിക്കാം. ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ അത് ഞാൻ കഴിഞ്ഞോളം പറഞ്ഞതാണ്. പല വാഹനങ്ങളും ഇപ്പോൾ വെന്യൂ ആയാലും അല്ലെങ്കിൽ സോണറ്റ് ആയാലും ഒന്നും പിൻഭാഗത്ത് 3 പേർക്ക് അങ്ങനെ നിവർന്നിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കണമെങ്കിൽ ഒന്നുകിൽ ടാറ്റ നെക്സോൺ വേണം, അതുമല്ലെങ്കിൽ മഹീന്ദ്ര 3XO വേണം, അതുമല്ലെങ്കിൽ മാരുതിയുടെ വിറ്റാരല്ലോ ബ്രസ വേണം. പക്ഷേ ഈ വാഹനത്തിൻ്റെ അടുത്ത് 3 പേർക്ക് ഇരിക്കാൻ പറ്റും. അതിനുള്ള ഒരു ഷോൾഡർ സ്പേസ് തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് ലെഗ് സ്പേസും കൂടെ ഉണ്ടെങ്കിൽ 3 പേർക്ക് ബാക്കിലും മുന്നിൽ 2 പേർക്ക് ഇരിക്കാവുന്നൊരു 5 സീറ്റർ വാഹനമാണ്. പക്ക 5 സീറ്റർ വാഹനം. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിൻഭാഗത്തേക്ക് AC വെൻ്റുണ്ട്. ഇവിടെയും 2 C ടൈപ്പ് ചാർജർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മൊബൈൽ ഫോൺ വയ്ക്കാവുന്നൊരു കേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു പിന്നെ ഇവിടെ ഈ വിൻഡോ ലൈനൊന്നും അങ്ങനെ വളരെ ഉയർന്നൊന്നുമല്ല, കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്തൊരു വിസിബിലിറ്റി ഇവിടുന്ന് കിട്ടുന്നുണ്ട്. നല്ലൊരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ഒരു ബോട്ടിൽ വയ്ക്കാവുന്ന സ്പേസ് ഒരു ഡോർ പാഡിൽ അതും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ സുഖകരമായ ഇരിപ്പ് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. നല്ല തൈ സപ്പോർട്ട് ഉണ്ടെന്നുള്ളൊരു മറ്റു കാര്യം എന്താ, ഇവിടെ ഞാൻ അല്പം ഉയർന്നിരിക്കുന്നതുകൊണ്ട് നല്ല തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. വെന്റിലേറ്റഡ് സീറ്റൊന്നുമല്ല പിൻഭാഗത്തേക്കെങ്കിലും ഇങ്ങനെ കുത്ത് പിൻഭാഗത്തും കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നല്ലപോലെ ഹഗ് ചെയ്യുന്ന രീതിയിലാണ് സൈഡിലുള്ള ആ കുഷനിങ്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സുഖമായിട്ടിരിക്കാം. അതുപോലെ ഉയർത്തി വയ്ക്കാവുന്ന ഹെഡ് റെസ്റ്റൊക്കെയാണ്, അല്ലാതെ ഇൻ്റഗ്രേറ്റഡ് ഒന്നുമല്ല. പിന്നിൽ സാമാന്യം വലിയൊരു പാഴ്സൽ ട്രേ കൊടുത്തിട്ടുണ്ട്, അതും മോശമല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് പിൻഭാഗത്തിലെന്ന് പറയാവുന്നത്. അപ്പോൾ എന്തായാലും ഒരു 5 സീറ്റർ വാഹനം തന്നെയായിട്ട് കണക്കാക്കാം. കുടുംബങ്ങൾക്ക് പറ്റുന്ന വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള വളരെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തെ ഇതായിട്ട് കാണുകയാണെങ്കിൽ മോശമല്ല. പക്ഷേ ഞാൻ പറഞ്ഞത് കൊറിയൻ വാഹനങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചൈനീസ് വാഹനങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ അല്പം പിന്നിലാണെങ്കിൽ പോലും ഒരു കുടുംബത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം കൊടുക്കാൻ സ്കോഡ ശ്രദ്ധിച്ചിട്ടുണ്ട്.
സ്കോഡ കൈലാക്ക് ആദ്യമായിട്ടാണ് മീഡിയയ്ക്ക് ഇന്ന് ഓടിക്കാൻ കിട്ടുന്നത്. ഇതുവരെ ചുറ്റും നടന്ന് കാണാനും തൊട്ട് നോക്കാനും ഒക്കെ അനുവദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ആദ്യമായിട്ട് കൈ കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാവരും ഓടിച്ചറമാച്ച് രസിക്കുന്നുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, ഈ ഗോവയിൽ നിന്നുള്ള കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് ടൈമാണ്. അത് ആകെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒരെണ്ണേ ഉള്ളൂ. അത് രാത്രിയിൽ 9:30-ക്കാണ് ഗോവയിൽ നിന്നും കൊച്ചിക്ക് പോകുന്നത്. 11 മണിക്ക്, പാതിരാത്രി 11 മണിക്ക് കൊച്ചിയിലെത്തും. രാവിലെ ഇതുപോലെ എന്തോ വെളുപ്പിന് 6 മണിക്ക് മറ്റോ അവിടെ നിന്ന് ഇങ്ങോട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് ഗോവയിലെത്തുകയും ചെയ്യും. അപ്പോൾ ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. ഇൻഡിഗോയുടെ ഫ്ലൈറ്റാണ്. എന്താണ് അങ്ങനെ സമയം വെച്ചിരിക്കുന്നത് അറിഞ്ഞൂടാ. കാരണം ഗോവയിലൊക്കെ വരുന്ന എല്ലാവരും തന്നെ ഇവിടെ വന്നിട്ട് റൂമൊക്കെ എടുക്കേണ്ടവരായിരിക്കും. അപ്പോൾ റൂം എടുക്കാൻ വേണ്ടി ഇവിടെ വരുമ്പോൾ രാവിലെ 7 മണിക്ക് വന്നിറങ്ങും. ആ സമയത്തൊന്നും ഒരു ഹോട്ടലിൽ റൂം കൊടുക്കില്ല. ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞിട്ട് ചെക്ക് ഇൻ സാധിക്കുള്ളൂ. വൈകുന്നേരം രാത്രി 9:30-ക്കാണ് ഫ്ലൈറ്റ്. 9:00 ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണിക്ക് ചെക്കൗട്ട് ചെയ്തിട്ട് പിന്നെ രാത്രി വരെ എല്ലാവരും ഇതുവഴി നടക്കേണ്ടി വരും. അത് വല്ലാത്ത സമയമാണ്. അപ്പോൾ ഇന്ത്യയുടെ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സമയം എന്താണ് ഇങ്ങനെ വച്ചിരിക്കുന്നത് എന്നൊന്ന് അന്വേഷിച്ചതിന് ശേഷം നമുക്ക് ജനത്തിന് ഗുണകരമായ സമയത്തേക്ക് ഫ്ലൈറ്റിൻ്റെ സമയം മാറ്റണം എന്ന് എൻ്റെ പേരിലും പാമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് കൈലാക്കിലേക്ക് കടക്കാം. ഈ കൈലാക്ക് എന്നുള്ള വാക്ക് ഇടയ്ക്കിടയ്ക്ക് നാക്കി വരുന്നില്ല, കുഷാക്ക് എന്നാണ് വരുന്നത്. ഇങ്ങനെ പറഞ്ഞ് ശീലിച്ചുകൊണ്ടേ എന്തായാലും വല്ലാത്ത പേരുകളാണ്. കുഷാക്ക്, കോടിയാക്ക്, കൈലാക്ക് എന്നൊക്കെ പറഞ്ഞ് കെയിലും ക്യൂവിലും കൈവശം കൊടുത്തിരിക്കുകയാണ് സ്കോഡയ്ക്കെന്ന് തോന്നുന്നു. ഏതായാലും ഇത്തവണയും കൂടെ ഒപ്പിച്ചു. ഇനിയിപ്പോൾ പക്ഷേ 2 ലക്ഷം പേരാണ് ഈ പുതിയ വാഹനത്തിന് വേണ്ടി കെയിൽ തുടങ്ങി ക്യൂവിൽ അവസാനിക്കുന്ന വാക്കുകൾ അയച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ആജീവനാന്ത സ്കോഡയ്ക്ക് പേരന്വേഷിച്ച് എങ്ങും പോകണ്ട, ചുമ്മാ അതിൽ നിന്ന് എടുത്തങ്ങ് ഉപയോഗിച്ചാൽ മതി എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇനി തുടർന്ന് അവസാന കാലം വരെ നമ്മുടെയോ സ്കോഡയുടെയോ ആരുടെയെങ്കിലും അവസാന കാലം വരെ ഈ വാക്കുകൾ ഈ കെയിൽ തുടങ്ങി ക്യൂവിൽ അവസാനിക്കുന്ന പേരുകൾ തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കൈലാക്ക് ആകെ ഒരു എഞ്ചിൻ ഓപ്ഷൻ മാത്രമുള്ള കൈലാക്കാണ്. 1 ലിറ്റർ TSI പെട്രോൾ എഞ്ചിനാണ്. TSI എന്ന് പറയുന്ന ആ ഒരു സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഫോക്സ്വാഗൺ ഗ്രൂപ്പിൻ്റെ പെട്രോൾ വാഹനങ്ങളുടെ ഏറ്റവും മികച്ച പെട്രോൾ വാഹനങ്ങളുടെ സാങ്കേതിക വിദ്യ എന്നാണ് പറയേണ്ടത്. അതിൽ ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത്. 114 bhp എഞ്ചിനാണ്. വളരെ ചെറിയ ഒരു വൈബ്രേഷനും അത്യാവശ്യം നല്ല ശബ്ദവും ഒക്കെ നമ്മൾ കാല് കൊടുത്തു തുടങ്ങുമ്പോഴുണ്ട്. അതിനുശേഷം വളരെ സ്മൂത്താണ്. അതായത് നമ്മൾ ഓടിച്ചു പോകുമ്പോൾ കണ്ട ഒരു സൗണ്ടും ഇല്ല, വളരെ നിശബ്ദമാണ്. കാരണം അത്യാവശ്യം സ്പീഡിൽ RPM-ലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ ആദ്യം കാല് കൊടുത്തു തുടങ്ങുമ്പോൾ കുറച്ച് സൗണ്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വളരെ പെപ്പി എഞ്ചിനാണ്. കാരണം നമ്മൾ രാവിലെ ഇവിടുത്തെ ഹൈവേ എന്ന് പറയുന്നത് കിഡില ഹൈവേ ആയതുകൊണ്ട് അതുവഴിയൊക്കെ തകർത്ത് ഓടിച്ചാണ് വന്നത്. നല്ല രസമാണ്, ഹാൻഡ്ലിംഗ് ഒക്കെ നല്ല രസമാണ്, നല്ല സസ്പെൻഷനുമാണ്. ആ 2 കാര്യങ്ങളിൽ വളരെ മികച്ച ഒരു ഫീഡ്ബാക്കാണ് നമുക്ക് തോന്നിയത്. പിന്നെ ഈ പ്ലാറ്റ്ഫോം ആണെങ്കിലും വളരെ വിഖ്യാതമായ പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യയിലെ ഫോക്സ്വാഗൺ ഗ്രൂപ്പിൻ്റെ പല വാഹനങ്ങളും ഈ പ്ലാറ്റ്ഫോമിലാണ്. MQB A0IN എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ കുഷാക്കിൻ്റെ അതേ പ്ലാറ്റ്ഫോമാണ്. പക്ഷേ കുഷാക്കിൻ്റെ വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ നീളം കുറച്ചൊന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കുഷാക്കിൽ കാണുന്ന അതേ രീതിയിൽ തന്നെ ഇതിൽ കിട്ടുന്നുണ്ട്. കുഷാക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറയല്ലോ, നീളത്തിൻ്റെ കാര്യത്തിൽ 110 മില്ലിമീറ്റർ കുറവ്, വീൽ ബേസ് 81 മില്ലിമീറ്റർ കുറവ്, അതുപോലെ തന്നെ വെയ്റ്റ് 30 കിലോഗ്രാം കുറവ്. ഇത്രയാണ് വ്യത്യാസമായിട്ട് പെട്ടെന്ന് ഡയമെൻഷൻസിൻ്റെ കാര്യത്തിൽ പറയുന്നത്. അപ്പം ഇത്രയും വലിയൊരു വാഹനമായ കുഷാക്കിനേക്കാളും 30 കിലോഗ്രാം മാത്രമേ ഭാരം കുറവുള്ളൂ എന്നുള്ളത് തീർച്ചയായിട്ടും അമ്പരപ്പിക്കുന്നൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നിർമ്മാണ നിലവാരത്തിൽ വലിയ കോംപ്രമൈസ് ചെയ്തിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ വെയിറ്റ് നന്നായിട്ട് താഴേണ്ടതായിരുന്നു. അപ്പം 30 കിലോഗ്രാം ഭാരമേ കുറവുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു കാര്യം പറയാവുന്നത് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിയ കാര്യമായ ഒരു വ്യത്യാസം പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ്. സാധാരണഗതിയിൽ വലിയ വാഹനത്തിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിൻ ചെറിയ വാഹനത്തിലേക്ക് വരുമ്പോൾ പെർഫോമൻസ് കൂടേണ്ടതാണ്. പക്ഷേ ഇത് വെയിറ്റ് അധികം മാറ്റമില്ലാത്തത് കൊണ്ട് അങ്ങനെ വലിയൊരു പെർഫോമൻസ് ഡിഫറൻസ് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇനിയിപ്പോൾ എഞ്ചിനിലേക്ക് കൂടുതൽ വരികയാണെങ്കിൽ 1 ലിറ്റർ TSI എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മൾ പല വാഹനത്തിലും കണ്ടിട്ടുണ്ട്. 3 സിലിണ്ടർ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടർബോ പെട്രോൾ എഞ്ചിനാണ്. 114 സംതിങ് ആണ്. അതായത് 115 വേണമെങ്കിൽ പറയാം ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. 178 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. നമ്മളിതിനു മുമ്പ് കുഷാക്കിലെ, സ്ലാവിയയിലെ, ഫോക്സ്വാഗൺ പോളോയിലെ, ടൈഗൂണിലെ, വേർട്ടൂസിലെ എല്ലാം നമ്മൾ ഈ ഒരു എഞ്ചിൻ കണ്ടിട്ടുണ്ട്. വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള എഞ്ചിനാണ് എന്നാണ് പറയേണ്ടത്. വളരെ പഞ്ചി എന്ന് വിളിക്കാവുന്ന ഒരു മിഡ് റേഞ്ച് ഉണ്ട് ഈ ഒരു എഞ്ചിന്. അതുകൊണ്ട് തന്നെ വളരെ സ്ലോ സ്പീഡിലൊക്കെ നമ്മൾ സിറ്റിയിലൂടെയൊക്കെ ഓടിച്ചു പോവുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള അലോസരവും ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ കാലൊന്ന് കൊടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, ആക്സിലേറ്റർ കൊടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിൽ ഒരു എഞ്ചിൻ സൗണ്ട് അല്പം കൂടുന്നുണ്ടെങ്കിലും പിന്നീട് വൈബ്രേഷനൊക്കെ ഒന്ന് മിതമായ രീതിയിലാവുകയും പിന്നീട് വളരെ സൈലൻ്റ് ആവുകയും റിഫൈൻഡ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ രീതിയാണ് പൊതുവേ എഞ്ചിൻ്റേത്. അത് നമുക്ക് ഈ വാഹനത്തിലും കാണാം. പക്ഷേ നമ്മൾ ഈ 4 സിലിണ്ടർ എഞ്ചിനൊക്കെ ഓടിച്ച് ശീലിച്ചവരാണെങ്കിൽ പെട്ടെന്ന് വളരെ എന്താ പറയുക നോയ്സിയായ എഞ്ചിനാണെന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ അത് തുടക്കത്തിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് റൈഡ് കംഫർട്ടിൻ്റെ കാര്യം പറയേണ്ടതും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഹൈവേയിലും അതുപോലെ തന്നെ വളരെ മോശം റോഡിലൊക്കെ ഓടിച്ചു കഴിഞ്ഞു. എല്ലാ അവസരത്തിലും നമുക്ക് ഉൾഭാഗത്തിരിക്കുന്നവർക്ക് ഒരേ റൈഡ് കംഫർട്ടാണ് കിട്ടുന്നത്. അങ്ങനെ ബോഡി റോളൊന്നും കാര്യമായിട്ടില്ല.
തന്നെയുമല്ല ഈ ചെറിയ ബമ്പുകളും ഹമ്പുകളും ഒക്കെ ചാടി മറിഞ്ഞ് നമുക്ക് അറിഞ്ഞുകൂടല്ലോ ഈ ഗോവയിലെ അധികം ബമ്പുകളൊക്കെ ഇഷ്ടംപോലെ ബമ്പുണ്ട് നമ്മൾ സൗത്ത് ഗോവയിൽ നിന്ന് വരുന്ന വഴി. അതെല്ലാം കാണാതെ രാവിലെ കാണാതെ ചാടി മറിഞ്ഞൊക്കെ പോരുകയുണ്ടായി. പക്ഷേ ഒരിക്കലും കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലുള്ള ഒരു ഹാൻഡ്ലിംഗ് പ്രശ്നങ്ങളൊന്നും തന്നെ തോന്നിയില്ല. 17 ഇഞ്ച് ടയേഴ്സും അതുപോലെ തന്നെ വളരെ മികച്ച 189 മില്ലിമീറ്റർ എന്ന് പറയുന്ന ഗ്രൗണ്ട് ക്ലിയറൻസും എല്ലാം തന്നെ നമുക്ക് ആ ഒരു ഹാൻഡ്ലിംഗ് മികവിന് ഒന്ന് ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. മൈലേജ് കമ്പനി പറയുന്നത് മാനുവൽ ട്രാൻസ്മിഷന് 19.68, അതായത് ARI സർട്ടിഫൈഡ് മൈലേജാണ് 19.68. അതുപോലെ ഓട്ടോമാറ്റിക്കിന് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ 19.05, അത് 19 കിലോമീറ്ററും അതാണ് പറയുന്നത്. അപ്പം ഒരു 14 കിലോമീറ്റർ വരെയൊക്കെ കിട്ടിയേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൈവേയിൽ കുറച്ചുകൂടെ കിട്ടിയേക്കാം. 13-14 വരെ സിറ്റിയിലും പ്രതീക്ഷിക്കാം. ഇനി പറയേണ്ടത് സേഫ്റ്റിയെ പറ്റിയാണ്. സേഫ്റ്റിയുടെ കാര്യത്തിൽ 5 സ്റ്റാർ സേഫ്റ്റി ഈ വാഹനത്തിന് ക്രാഷ് ടെസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജനിച്ച എല്ലാ വാഹനത്തിനും 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വാഹനത്തിന് കിട്ടുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നില്ല. അത് കിട്ടി. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അഡാസ് ഫീച്ചേഴ്സ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. എന്തായാലും 6 എയർ ബാഗുകൾ എക്രോസ് ഈ ഒരു വേരിയൻസിൽ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട്, മൾട്ടി കൊളീഷൻ ബ്രേക്ക് ഉണ്ട്, പിന്നെ അതുപോലെ ബ്രേക്ക് ഡിസ്ക് വൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്, ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ABS കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ EBD, പിന്നെ ഹിൽ ഡിസൻ കൺട്രോൾ, അസൻ കൺട്രോൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു വിലയ്ക്ക് കിട്ടുന്ന വാഹനത്തിൽ കിട്ടുന്നതിൻ്റെ അപ്പുറത്തേക്കാണത്. കാരണം ഇതിൻ്റെ വില എന്ന് പറയുന്നത് വളരെ കൂടുതലൊന്നുമില്ല. അതുകൊണ്ട് ഈ വിലയ്ക്ക് കിട്ടാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് തന്നെയാണ് തീർച്ചയായിട്ടും സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ കമ്പനി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ടോർക്ക് കൺവേർട്ടർ, അത് നമ്മൾ ഫോക്സ്വാഗൺ പോളോയുടെയൊക്കെ DSTക്ക് ശേഷം വന്ന ആ കാലഘട്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന പോളോയിൽ കണ്ടിരുന്ന അതേ ഗിയർ ബോക്സാണ്. വളരെ മികച്ച ഗിയർ ബോക്സാണ്. എന്തായാലും സാധാരണഗതിയിൽ ഈ ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന് സംഭവിക്കാവുന്ന മൈലേജ് വളരെ കുറവെന്നുള്ള പ്രശ്നം ഈ ഒരു ട്രാൻസ്മിഷനില്ല. അതുപോലെ തന്നെ പാഡ് ഷിഫ്റ്റേഴ്സ് രസമാണ്, അത് ഷിഫ്റ്റ് ചെയ്ത് ഓടിച്ചു പോകാൻ. അത്തരം പല കാര്യങ്ങളും സ്പോർട്ടിയാക്കുന്നുണ്ട് ഈ വാഹനത്തെ. മാനുവൽ ട്രാൻസ്മിഷനുള്ള വാഹനത്തിൻ്റെയും ഗിയർ ഷിഫ്റ്റൊക്കെ വളരെ സ്ലീക്കാണ്. അത് നമ്മൾ കുറച്ച് നേരം ഓടിച്ചു, ഇനി കുറച്ച് നേരം കൂടെ കിട്ടുന്നുണ്ട്. എന്തായാലും ആ വാഹനത്തിൻ്റെ കാര്യത്തിലും കുറ്റമൊന്നും പറയാനില്ല. പലർക്കും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വേണ്ട, മാനുവൽ മതി എന്ന് തോന്നുന്നത് ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ മാനുവൽ ഓടിക്കുമ്പോഴാണ്. അത് വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു. എന്തായാലും 2 തരത്തിലും ഉള്ള ട്രാൻസ്മിഷനിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ, രണ്ടും മോശമല്ല. എങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഓട്ടോമാറ്റിക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യനാണ്. ഡ്രൈവിംഗ് എഫേർട്ട് കുറയുന്ന കാര്യമാണെന്നുള്ളതുകൊണ്ട് തന്നെ അതുകൊണ്ട് നിങ്ങൾ യുക്തി പോലെ നോക്കി തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതാണ് ഫോക്സ്വാഗൺ ഗ്രൂപ്പിൻ്റെ വിഖ്യാതമായ ആ TSI എഞ്ചിൻ. 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ്. 114 bhp എഞ്ചിനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം വളരെ ഭംഗിയായിട്ടൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വിലയിലേക്കാണ് പോകേണ്ടത്. വിലയിലേക്ക് പോകുമ്പോഴാണ് നമ്മളെ ഞെട്ടിക്കുന്ന കാര്യം. അതായത് ഈ വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിർമ്മാണ നിലവാരം വെച്ച് നോക്കുമ്പോൾ 10 ലക്ഷം രൂപയിൽ ആരംഭിക്കാവുന്നൊരു വാഹനമാണ്. ആ കാര്യത്തിലാണ് സ്കോഡ നമ്മളെ ഞെട്ടിച്ചിരിക്കുന്നത്. എൻട്രി ലെവൽ മോഡലിൻ്റെ വില വെറും 7,89,000 രൂപയാണ്. തൊട്ടടുത്ത മോഡൽ എന്ന് പറയുന്നത് 9,59,000 രൂപ. ഈ 2 മോഡലുകളും 6 സ്പീഡ് ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ട്രാൻസ്മിഷനുള്ള മോഡലുകളാണ്. ഓട്ടോമാറ്റിക് ആരംഭിക്കുന്ന 10,59,000 രൂപയിലാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ശരിക്കും 10 ലക്ഷം രൂപയിൽ വളരെ പ്രോപ്പറായുള്ള ഓട്ടോമാറ്റിക് കിട്ടുന്ന മോഡലുകളുടെ എണ്ണം വളരെ കുറവാണ്. നമുക്ക് ആകെ പറയാവുന്നത് നിസാൻ മാഗ്നൈറ്റ് ആണ്. നല്ലൊരു CVT ട്രാൻസ്മിഷനാണ് അതിനുണ്ട്. മറ്റ് വാഹനങ്ങൾക്കൊന്നും അതില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഏറ്റവും മികച്ച ഒരു ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ 10,59,000 രൂപയ്ക്ക് വരുന്നത്. പിന്നെ 11,40,000 രൂപ, ഏറ്റവും ടോപ്പ് എൻഡ് 12,40,000 രൂപ. അതാണ് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഓടിച്ചു കഴിഞ്ഞിരിക്കുന്ന ഈ മോഡൽ. എന്തായാലും നിങ്ങൾക്കും ഈ ഒരു മോഡൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഉറപ്പാണ്. കാരണം ഒറ്റ നോട്ടത്തിൽ നമ്മളെ ആകർഷിക്കുന്ന ഒരു ഭംഗി ഈ വാഹനത്തിനുണ്ട്. പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ മാത്രമാണ് വേണമെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ അല്പം കുറവ് പറയാവുന്നത്. മറ്റെല്ലാ കാര്യത്തിലും സ്റ്റെബിലിറ്റി ആയാലും ഗ്രൗണ്ട് ക്ലിയറൻസ് ആയാലും എഞ്ചിൻ്റെ പെർഫോമൻസ് ആയാലും, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നോയ്സിയാണ്, കുറച്ച് വൈബ്രേഷൻ ഉണ്ടെങ്കിൽ പോലും എഞ്ചിൻ പെർഫോമൻസ് മോശമല്ല, നല്ല ഹാൻഡ്ലിംഗ് മികവുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തെ ശ്രദ്ധേയമാക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് അത്ര വലിയ വിലയിലല്ല എന്നുള്ളതാണ് ഇന്ത്യയിലെ സാധാരണ കുടുംബങ്ങളെ ഇതിലേക്ക് ആകർഷിക്കാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ബുക്കിംഗ് ആരംഭിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഉടൻ തന്നെ അടുത്ത ആഴ്ച തന്നെ ഡെലിവറി ആരംഭിക്കുകയാണ് എന്നാണ് പറയുന്നത്. ആദ്യത്തെ വാഹനം കിട്ടുന്ന ഒരു മലയാളിക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിന് പേരിട്ട സിയാദിനായിരിക്കും. അപ്പോൾ സിയാദിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പം കൈലാക്കിനും എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് ഇവിടെ വെച്ച്
വീണ്ടും കാണാം. കാരണം എന്തായാലും എല്ലാ മാസവും തന്നെ നമ്മൾ വെർണയിലെ ഈ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ വരുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ വാഹനവുമായിട്ട്. അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവർക്കും ഗോവയിൽ നിന്ന് നന്ദി. ബൈ.